വർഷങ്ങളുടെ പ്ലാനിങ്, അതിന്റെ നീറ്റ് എക്സിക്യൂഷൻ, CCTV ഫുട്ടേജ്, ഫിംഗർ പ്രിന്റ്സ് ആൻഡ് ക്രൈം സീൻ ഫോട്ടോസ് എല്ലാം വിരൽച്ചുണ്ടെന്ന് ഒരാളിലേക്ക്. നീ കൊന്നത് 3 ഹൈ റാങ്ക് പോലീസ് ഓഫീസേഴ്സിനാണ്. അത് പിടിക്കപ്പെടാതിരിക്കാൻ നീ യൂസ് ചെയ്ത എന്റെ ഐഡന്റിറ്റി, എല്ലാ തെളിവുകളും അന്വേഷണം നീ എന്നിലേക്ക് എത്തിച്ചു. ചിരിക്കണം. But like I said, there is no perfect man. One small mistake and that gets you caught. ചെയ്യാത്ത തെറ്റിന് സ്വന്തം കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും സമൂഹത്തിന്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നപ്പോൾ ശരിക്കും പൊളിഞ്ഞല്ലേ ഓഫീസർ? സത്യം എന്തായാലും തെളിയും. അതിന്റെ തെളിവാണ് നീ ഇപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്നത്. ഇനി പറ, എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? നിങ്ങൾക്കിപ്പോഴും ഇവിടെ എന്താണ് നടക്കുന്നത് മനസ്സിലായിട്ടില്ലല്ലേ? കുഴപ്പമില്ല, ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. എവറി ബിറ്റ് ആൻഡ് പീസസ്. ഒരു 8 വർഷം മുമ്പ് താനും തന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഞാൻ കൊന്ന 3 പേരും ഒരേ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയം സീനിയേഴ്സിന്റെ റാഗിങ് മൂലം ആത്മഹത്യ ചെയ്ത ഒരു പാവം പയ്യൻ. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കൂടെ പഠിക്കുന്നവർക്കോ അവനെപ്പറ്റി ഒരു മോശം പോലും പറയില്ലായിരുന്നു. അന്നാ കേസ് അന്വേഷിച്ച താനും തന്റെ കൂടെയുള്ളവരും ആ കോളേജ് മാനേജ്മെന്റ് ഒത്താശയോടെ അവനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആക്കി. അങ്ങനെ ഈ ലോകത്തിന് മുന്നിൽ നിങ്ങൾ അവനെ വീണ്ടും വീണ്ടും കൊന്നു. അതിനുശേഷം അവന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എവിടെ? അവൻ പോയ പുറകെ അപമാനം താങ്ങാനാവാതെ അവന്റെ അച്ഛനും അമ്മയും അവന്റെ പുറകെ പോയി. ലോകത്തിന്റെ മറ്റൊരു കോണിൽ നിന്ന് തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിരുന്നു. സ്വന്തം അച്ഛന്റെ അമ്മയുടെ അനിയന്റെയും മുഖം അവസാനം എന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പണം വാങ്ങിച്ചിട്ടല്ല അന്നാ കേസ് അങ്ങനെ ആയത്. ഒരുപാട് ഉന്നതന്മാർ ഇൻവോൾവ് ആയ കേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നെ പോലെയുള്ളവർക്ക് എപ്പോഴും പറയാൻ കാണും ഇതുപോലെ ഒരു കൊണച്ച ന്യായം. നിങ്ങൾ നിങ്ങളുടെ ജോലി സത്യസന്ധമായി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തെ നഷ്ടപ്പെടില്ലായിരുന്നു. നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ച പോലും ഉണ്ടാവില്ലായിരുന്നു. മരിച്ചു 3 പേരും മരിക്കേണ്ടവർ തന്നെയായിരുന്നു. ഇനി ഒരു 4 അവന്മാരും കൂടിയും ചാവാനുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ അവരും തീരും. ഇതെല്ലാം ചെയ്തിട്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതിന് ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും കേട്ടെടുത്ത് എനിക്ക് തോന്നുന്നുണ്ടോ തന്റെ മെടുക്കൊണ്ടാണ് ഞാൻ പിടിക്കപ്പെട്ടതെന്ന്? Now tell me one thing, officer. Do you still think that I made a mistake and got caught?